ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 40. നമ്മളെ റയോപ്റ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫോട്ടോഗ്രാഫ് ഓഫ് ലാൻഡ്സ്കേപ്പ് ഈസ് ക്യാപ്ചേർഡ് ബൈ എ ഡ്രോൺ ക്യാമറ at a height of 18 km from the ground. The size of the camera film is 2 cm and the area of the landscape photographed is 400 km square. The focal length of the lens in the drone camera is. Okay. So ഇവിടെയാണ് നമ്മളെ ലാൻഡ് ഉള്ളത്. സപ്പോസ് ഞാനൊരു കാര്യം അസ്യൂം ചെയ്യാണ്, ഈ ലാൻഡ് ഒരു സ്ക്വയർ ഷേപ്പുള്ള ലാൻഡ് ആണെന്ന് വിചാരിക്കാം, അല്ലേ? അങ്ങനെ സ്ക്വയർ ഷേപ്പുള്ള ലാൻഡ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ്. അപ്പോൾ ഏരിയ 400 കിലോമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 20 കിലോമീറ്റർ ആണ് സൈഡ്, അല്ലേ? തൽക്കാലം അങ്ങനെ അസ്യൂം ചെയ്യാൻ. ഇത് 20 കിലോമീറ്റർ, ഇത് 20 കിലോമീറ്റർ. ഓക്കെ. ഈ ലാൻഡ് നമ്മൾ മുകളിൽ നിന്ന് ഒരു ഡ്രോൺ ക്യാമറ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് ലോജിക്ക്, റൈറ്റ്? ഓക്കെ, അപ്പം ഞാനത് അതിൻ്റെ ഒരു വ്യൂ കാണിക്കാം. സോ ഇത് നമ്മളെ ലാൻഡ്, ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഇത് ലാൻഡ്, അല്ല ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 20 കിലോമീറ്റർ ആണ്. ഓക്കെ, മുകളിൽ ഇവിടെ ഒരു ഡ്രോൺ ക്യാമറ ഉണ്ട്, അല്ലേ? ഇതാണ് നമ്മളെ ക്യാമറ, ഇതാണ് ക്യാമറേൻ്റെ ലെൻസിൻ്റെ പൊസിഷൻ, ഇതാണ്. ഓക്കെ, ഇതാണ് ക്യാമറേൻ്റെ ലെൻസിൻ്റെ പൊസിഷൻ. അപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് എത്ര ഹൈറ്റിലാണ്, 18 കിലോമീറ്റർ ഹൈറ്റിലാണ് ഈ ലെൻസ് നിൽക്കുന്നത്, 18 കിലോമീറ്റർ ഹൈറ്റിൽ. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ ഇമേജ് ഫോർമേഷനൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടുന്ന് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നു നമ്മൾ അസ്യൂം ചെയ്യാം, അല്ലേ? ഇവിടുന്ന് റേ ഓഫ് ലൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു, റൈറ്റ്? ഇതിൻ്റെ ഫിലിം വെച്ചിരിക്കുന്നത് അവിടെ ഈ ഫോക്കസിലായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ടാവുക. ഇവിടെയാണ് ആ ഫിലിം ഉള്ളത്. ആ ഫിലിമിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ. സോ ഇത് ഞാൻ 2 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുകയാണ്. 2 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉണ്ട്, 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉണ്ട്, അപ്പുറത്തേക്ക് ഉള്ളിലേക്കുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഈ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, അല്ലേ? ആക്ച്വലി ഈ ഡിസ്റ്റൻസ് ശരിക്കും ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്താണ്. ഓക്കെ, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇതാണ് ലോജിക്, റൈറ്റ്? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫോക്കൽ ലെങ്ത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ നോക്കിയാൽ ഈ 2 ട്രയാങ്കിൾസ് ഉണ്ടോ, ഈ 2 ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് സിമിലർ ആയിട്ട് ഇവിടെയുള്ള സൈഡല്ലേ ഇത്, അല്ലേ? അതേമാതിരി ഈ സൈഡിന് സിമിലർ ആയിട്ടുള്ള സൈഡല്ലേ ഇത്, അല്ലേ? അപ്പോൾ സിമിലർ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയതാ ഈ ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ, ഈ ഡിസ്റ്റൻസ് നമുക്ക് വരുന്നത് 20 കിലോമീറ്റർ, അല്ലേ? ഇത് 20 കിലോമീറ്റർ, 20 × 10⁻³ അല്ലേ? ഈ ഡിസ്റ്റൻസ് എത്ര വരുന്നത്, 2 സെൻറ്റിമീറ്റർ, 2 × 10⁻², അല്ലേ? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്താൽ 20 × 10⁻³ ഡിവൈഡഡ് ബൈ 2 × 10⁻² ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ ആ എഫ് എന്നല്ലേ കിട്ടുക. ഇത് സോൾവ് ചെയ്താൽ നമുക്കിത് 10 വരും, അല്ലേ? 10⁻6, അല്ലേ? അപ്പോൾ 18 ഡിവൈഡ് ബൈ എഫ് ഈക്വൽ ടു 10⁻6 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എഫ് എന്ന് പറയുന്നത് 18 × 10⁻6 എന്ന് കിട്ടി. 18 കിലോമീറ്റർ ആണ്, സോറി ഇറ്റ് ഈസ് കിലോമീറ്റർ. 18 കിലോമീറ്റർ, അപ്പോൾ 18 × 10⁻³ ആണ്, ഒരു 10⁻³ ഇവിടെ ഉണ്ട്, അല്ലേ? അപ്പോൾ 18 × 10⁻³ × 10⁻6, അല്ലേ? 18 × 10⁻³ × 10⁻6, അത് 18 × 10⁻³ എന്നല്ലേ വരിക, അല്ലേ? അത് 18 മില്ലിമീറ്റർ, ഇത്രയും മീറ്ററാണ് 18 മില്ലിമീറ്റർ, അല്ലേ? 18 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1.8 സെൻറ്റിമീറ്റർ, അല്ലേ? അതിൽ ഒരു കൺഫ്യൂഷൻ വരാനില്ല, കാരണം 18ൻ്റെ ആ 1ഉം 8ഉം വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, അല്ലേ? സോ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. ഓക്കെ.